കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം 2ാം അഡീഷണൽ സെഷൻ കോടതി ഒരു കേസിൽ ശിക്ഷ വിധിച്ചു. 3 വർഷം തടവും 5000 രൂപ പിഴയുമാണ് ശിക്ഷ. പ്രതി കഴക്കൂട്ടം സ്വദേശി ശർമ്മ എന്ന രാജീവ്. കേസ് എന്താണെന്നല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് വിവാദമായ ലെറ്റർ ബോംബ് കേസ്. 7 വർഷങ്ങൾക്ക് മുമ്പ് സംഭവം നടക്കുമ്പോൾ ആഘോഷ മാധ്യമങ്ങൾ. പക്ഷേ ഈ കേസിന്റെ വിധിയെ കണ്ടില്ലെന്ന് നടിച്ചു. എന്തായിരിക്കാം അതിന് പിന്നിലെ കാരണം? നമുക്ക് അന്വേഷിക്കാം. സെപ്റ്റംബർ 21 തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു കത്ത് വന്നു. കാര്യവട്ടം പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ് ചെയ്ത കത്ത് തുറന്നപ്പോൾ സ്ഫോടനം നടന്നു. ലെറ്റർ ബോംബ് എന്ന പേരിൽ അറിയപ്പെട്ടു ആ സംഭവം. മണക്കാട് സ്വദേശിയായ മുഹസിൻ എന്ന ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാർത്ഥിയെ പോലീസ് സംശയിച്ചതോടെയാണ് സംഭവത്തിൽ മാധ്യമങ്ങൾക്ക് താൽപര്യം കൂടിയത്. തീവ്രവാദ ബന്ധം, വീട്ടിൽ നിന്ന് തീവ്രവാദ പ്രസിദ്ധീകരണങ്ങൾ കണ്ടെടുക്കൽ, വെടിയുണ്ട കണ്ടെത്തൽ, ഓരോ ദിവസവും എക്സ്ക്ലൂസീവ് സ്റ്റോറിയിൽ കൊണ്ട് ദൃശ്യ പത്രമാധ്യമങ്ങൾ ഒന്നിനൊന്ന് മത്സരിച്ചു. എന്നാൽ കഥയിൽ പിന്നീട് ഒരു ട്വിസ്റ്റ്. മുഹസിനല്ല യഥാർത്ഥ പ്രതിയെന്നും കഴക്കൂട്ടം സ്വദേശിയായ ശർമ്മ എന്ന രാജീവാണ് പ്രതിയെന്നും പോലീസ് തന്നെ കണ്ടെത്തി. അതോടെ മാധ്യമങ്ങളുടെ ഉത്സാഹം കുറഞ്ഞു. രാജീവ് മനോരോഗിയാണെന്ന റിപ്പോർട്ടുകളായി പിന്നീട്. ഈ കേസിന്റെ വിധി വന്നപ്പോഴും ഇതുതന്നെ സംഭവിച്ചു. ഏതാനും ദിനപത്രങ്ങളുടെ പ്രാദേശിക പേജിൽ വാർത്ത ഒതുങ്ങി. വലിയ വാർത്ത അല്ലാത്തതിനാൽ ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകേണ്ടെന്ന് കോടതി റിപ്പോർട്ടർമാരും തീരുമാനിച്ചു. മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ വാർത്തയെ സമീപിക്കുന്ന രീതിയുടെ പ്രശ്നമാണ് ഇത്തരമൊരു തമസ്കരണത്തിന് കാരണമെന്ന് മാധ്യമ നിരീക്ഷകൻ ഭാസുരേന്ദ്ര ബാബു വിലയിരുത്തുന്നു. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരവാദവുമായി ബന്ധിപ്പിച്ച വാർത്തകൾക്കാണ്, അത്തരം സന്ദേഹങ്ങൾ ജനിപ്പിക്കുന്ന വാർത്തകൾക്കാണ്, അദ്ദേഹം പശ്ചാത്തലവുമായി ബന്ധിപ്പിച്ചു വരുന്ന വാർത്തകൾക്കാണ് അവർ പ്രസക്തി നൽകുന്നത്. ഒരു ഇസ്ലാം ആക്രമിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ അത് കൂടുതൽ വാർത്താ പ്രാധാന്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പൊതുവാർത്താ പരിസരം ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ സംഭവവും നമ്മോട് പറയുന്നത്. ഇസ്ലാമോ ഫോബിയ എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരൊക്കെ പേരിട്ട് വിളിക്കുന്ന ആ ഇസ്ലാം ഭീതി എത്ര കണ്ട് മലയാളികളെ പോലും എത്ര കണ്ട് മലിനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ മുഹസിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട നമ്മുടെ ലെറ്റർ ബോംബ് കേസ്. അതേസമയം അത് മറിച്ചായിരുന്നെങ്കിലോ, അത് മുഹസിൻ സംശയത്തിന്റെ സാഹചര്യത്തിൽ വീണ്ടും കേസ് നടക്കുന്നു, അയാളുടെ പേരിൽ ഇങ്ങനെ ഒരു ശിക്ഷ വന്നിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അന്നത്തെ വൈകുന്നേരത്തെ 9 മണി ചർച്ചയിൽ മുഹസിനാവുമായിരുന്നു, കേരളത്തിന്റെ അന്താരാഷ്ട്ര ഭീകരബന്ധമാകുമായിരുന്നു, അതിന്റെ പേരിൽ നിരന്തരമായി പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട സമുദായമാകുമായിരുന്നു. രാജീവ് മനോരോഗിയാണെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്ന് കേസിന്റെ വിധി പരിശോധിച്ചാൽ മനസ്സിലാകും. കേസ് ഗൌരവമുള്ളതാണെന്നും പ്രതി മാതൃകാപരമായ ശിക്ഷ അർഹിക്കുന്നുവെന്നും കോടതി ശിക്ഷാവിധിയിൽ പറയുന്നുണ്ട്. പ്രതിക്ക് പ്രോസിക്യൂഷന് പ്രകാരം കിട്ടാവുന്ന പരമാവധി ശിക്ഷ ലഭിക്കുകയുണ്ടായി. ഈ കേസിന്റെ ട്രയൽ സമയത്ത് ഈ കേസിലെ പ്രതിയായ ശർമ്മ എന്ന് വിളിക്കുന്ന രാജീവിന് മാനസിക വിഭ്രാന്തി ഉള്ളതെന്ന് ഒരു പത്ര റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തികച്ചും തെറ്റാണെന്നും അങ്ങനെ ഒരു ഡിഫൻസ് പോലും ഈ കേസിന്റെ വിചാരണ വേളയിൽ അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടില്ല. ഇനി ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിയായി പ്രചരിപ്പിക്കുകയും തീവ്രവാദ ആരോപണം ഏൽക്കേണ്ടി വരികയും ചെയ്ത മുഹസിന്റെ ജീവിതത്തിലേക്ക് നോക്കാം. അന്നു മുതൽ ജീവിതം ചോദ്യചിഹ്നമായി തീർന്ന മുഹസിന് ഇപ്പോഴും അതിൽ നിന്ന് മുക്തനാകാൻ കഴിഞ്ഞിട്ടില്ല. പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞെങ്കിലും നല്ല ജോലി പോലും ലഭിച്ചില്ല. തീവ്രവാദ ആരോപണം മുഹസിനെ വേട്ടയാടുകയായിരുന്നു. കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഒരു ജോലിയൊക്കെ നല്ല പ്രതീക്ഷിച്ചിരുന്ന സമയമാണ്. ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നു, അത് കഴിയുമ്പോൾ ഒരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് നിന്നുപോയ അവസ്ഥയായി. കാരണം അങ്ങനെ ഒരു പേര് വരിക, അപ്പോ തീവ്രവാദി എന്ന് തന്നെയാണ് ആ സമയത്ത് ആ കേസിന് തീവ്രവാദ ബന്ധമുണ്ടെന്നും
അങ്ങനെയുള്ളൊരു വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. വന്നുപോയ പേര് ഒരു 10-12 ദിവസം വാർത്തകൾ വല്ലാണ്ട് എല്ലാവരുടെ മനസ്സിലും ഞങ്ങളെ കുറിച്ചുള്ളൊരു മോശമായിട്ടുള്ള ചിത്രം ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ജോലിയുടെ കാര്യങ്ങൾ ഇപ്പോൾ നാട്ടിൽ തന്നെ ശ്രമിക്കുമ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ജീവിക്കണമെങ്കിൽ ഒരു ജോലി വേണം, അതെന്തായാലും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു ചെറിയൊരു ജോലിയിൽ എനിക്കിപ്പോൾ കയറാൻ പറ്റിയത്. കേസിൽ രാജീവ് ശിക്ഷിക്കപ്പെട്ടതിനു ശേഷവും നാട്ടുകാരുടെയും അയൽക്കാരുടെയും മനോഭാവത്തിൽ പൂർണ്ണമായ മാറ്റം വന്നിട്ടില്ലെന്ന് മുഹസിൻ പറയുന്നു. ഈ ആറ്റിറ്റ്യൂഡ്, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളോടുള്ള, അതിനുശേഷം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 7 വർഷം കഴിഞ്ഞു, പിന്നെ ഇപ്പോഴാണ് വിധി പുറത്തു വരുന്നത്. കുറച്ച് പേരൊക്കെ തിരുത്തി പറയാൻ വന്നിരുന്നു, അത് അറിയാതെ പറ്റിപ്പോയതാണ്, അറിവില്ലായിരുന്നു. പക്ഷെ ചിലരങ്ങനെ അത് മാറ്റി പറയുന്നതേ ഇല്ല. തീയില്ലാതെ പോകുക ഉണ്ടാവും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ വാർത്ത വന്നാൽ പോലും അങ്ങനെ വിശ്വസിച്ചവർ വളരെ കുറവാണ്. എല്ലാവരുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ്. മുഹസിന്റെ കുടുംബവും തീവ്രവാദ വേട്ടയിൽ നിന്ന് ഒഴിവായിരുന്നില്ല. കേസിന്റെ ആദ്യ നാളുകളിൽ വാപ്പയ്ക്കും സഹോദരനുമെല്ലാം പോലീസ് ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വന്നു. മുഹസിന്റെ പിതാവായ മാഹിന്റെ ജീവിതം അന്നു മുതൽ വെല്ലുവിളികൾ നിറഞ്ഞതായി. അടുത്തിടെ പക്ഷാഘാതം കൂടി സംഭവിച്ചതോടെ പ്രശ്നങ്ങൾ സങ്കീർണമായി. തന്റെ മകൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ കോടതി വിധിയിലെ സന്തോഷം പങ്കുവയ്ക്കുന്ന മാഹിന്റെ വാക്കുകൾ ഏറെ വാചാലമാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്റെ മകന്റെ നിരപരാധിത്വം തെളിഞ്ഞതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. ആ കൂട്ടത്തിൽ അടുത്തൊരു വീഴ്ച കൂടെ എനിക്ക് വന്നു. ഞാനിങ്ങനെ ദ്രോഹ ചെയ്യലായി. സമൂഹത്തിന്റെ മുമ്പ് എന്റെ മോന്റെ നിരപരാധിത്വം തെളിഞ്ഞതിൽ ദൈവത്തിന് നന്ദി പറയുന്ന ആരോടും ഉദ്ദേശവുമില്ല, പകയുമില്ല. എന്റെ മോന്റെ ഭാവി നഷ്ടപ്പെട്ടു. ആ ജഗന്നിതാവ് അവന് ജീവിക്കാനുള്ള കരുത്ത് നൽകട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. സമൂഹത്തിന്റെ മുമ്പ് നമ്മൾ ഒറ്റപ്പെട്ടത് ഈ വിധിയിൽ കൂടെയെങ്കിലും സമൂഹം മനസ്സിലാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സമൂഹത്തിൽ നിന്ന് ക്രൂരമായ ഒറ്റപ്പെടൽ നേരിടുന്ന സാഹചര്യത്തിലും സത്യം തെളിഞ്ഞതിന്റെ സന്തോഷം മുഹസിൻ പങ്കുവെക്കുന്നുണ്ട്. ഈ സത്യമേവ ജയതേ എന്ന് പറയുന്നത് വെറുതെ അല്ല എന്നുള്ള കാര്യം ഓക്കെ, എന്റെ ഒരു ജീവിതത്തിന് അനുഭവിച്ചിട്ട് അത് ശരിയാണെന്ന് മനസ്സിലായി. പിന്നെ ജുഡീഷ്യലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുള്ള ആൾക്കാർക്ക് ഇത്രയും കഴിഞ്ഞാലും കാലങ്ങൾ കുറച്ച് വൈകുന്നതെങ്കിലും കറക്റ്റ് സമയത്തിന് അത് ചെയ്തിട്ടുള്ള ശിക്ഷ കിട്ടും എന്നുള്ളൊരു ഇത്. പ്രതിസന്ധികൾക്കിടയിലും പതറാതെ ജീവിക്കാൻ തന്നെയാണ് ഈ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ആ നിശ്ചയദാർഢ്യമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നതും. അതേസമയം ലെറ്റർ ബോംബ് കേസിൽ നിന്നും മുഹസിന്റെ ജീവിതത്തിൽ നിന്നും കേരളീയ സമൂഹത്തിന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരു തെറ്റായ പ്രചരണവും അതിനെ വാർത്തയാക്കുന്ന മാധ്യമ സംസ്കാരവും ഒരാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് മുഹസിന്റെ ജീവിതം. ഇസ്ലാമോഫോബിയയും മാധ്യമ ഇടപെടലുകളും ഉത്തരേന്ത്യയുടെ മാത്രം സവിശേഷതയാണെന്നും കേരളത്തിൽ അങ്ങനെയൊന്നും നടക്കില്ലെന്നും പറയുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്നത് കൂടിയാണ് ലെറ്റർ ബോംബ് എപ്പിസോഡ്.